ഓക്കെ. അപ്പോ നമ്മൾ കറണ്ട് അഫയേഴ്സ് മാസ്റ്റർ പഞ്ചിന്റെ പുതിയൊരു ലൈവ് സെഷനിലേക്ക് നമ്മൾ പോവുകയാണ്. കഴിഞ്ഞ ഒരാഴ്ച, അതായത് ആഗസ്റ്റ് 2 മുതൽ 9 ആഗസ്റ്റ് 2 മുതൽ 9 വരെയുള്ള കറണ്ട് അഫയേഴ്സ് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ നോക്കി പോകുന്നത്. ഓക്കെ. 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 എങ്ങനെയുണ്ട് നമ്മുടെ പരീക്ഷകളുടെ തയ്യാറെടുപ്പുകളൊക്കെ എങ്ങനെ പോകുന്നു? പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നല്ല രീതിയിൽ പോകുന്നുണ്ടോ? പോകുന്നുണ്ട് അല്ലേ? ഓക്കെ. ഓക്കെ. ആ ഓക്കെ. അപ്പോ നിങ്ങളുടെ ആ ഒരു സ്വപ്നത്തിലേക്കുള്ള യാത്രയിൽ PSC ടോക്സും ഒപ്പം ഉണ്ട്. വിവിധ കോഴ്സുകളോടെ PSC ടോക്സ് നിങ്ങളോടൊപ്പം നിങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോ വിവിധ കോഴ്സുകളെ കുറിച്ച് അറിയാൻ താഴെ നൽകിയിരിക്കുന്ന ആ ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിച്ചാൽ മതിയാവും. ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു സെഷനിലേക്ക് നമ്മൾ കടക്കുകയാണ്. നമ്മൾ എന്നത്തെയും പോലെ PSCക്ക് ചോദിക്കാൻ PSCയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനുകളുടെ അല്ലെങ്കിൽ ആ ഒരു മേഖലകൾ മാത്രം നമ്മൾ ഒരു ഫിൽട്ടർ എടുത്തത് ആണ് നമ്മൾ ഇവിടെ ആരംഭിക്കുന്നത്. അതിനുശേഷം അവസാന സെഷനിൽ നമ്മൾ അക്കാര്യങ്ങളെല്ലാം ഒരു ചോദ്യ ഉത്തര പരിപാടിയിലൂടെ നമ്മളൊന്ന് നോക്കി പോവുകയും ചെയ്യും. ഓക്കെ. അപ്പോൾ നമ്മൾ അത് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ? ഓക്കെ. നമ്മൾ കഴിഞ്ഞ 2 ലൈവ് ക്ലാസ്സുകളിൽ കോമൺവെൽത്ത് ഗെയിംസിനെ കുറിച്ച് നോക്കിപ്പോയിരുന്നു. അപ്പൊ കോമൺവെൽത്തിന്റെ സമാപനം കഴിഞ്ഞ ആഴ്ചയായിരുന്നു. അപ്പോൾ ആ സമാപനവുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇനി നോക്കി പോകുന്നത്. ആദ്യം തന്നെ നമ്മൾ അതാണ് നോക്കുന്നത്. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അടുത്ത കോമൺവെൽത്ത് ഗെയിംസ് ഇന്ത്യയിൽ വെച്ചിട്ടാണ്. അടുത്ത കോമൺവെൽത്ത് ഗെയിംസ് ഇന്ത്യയിൽ വെച്ചിട്ടാണ് നടക്കുന്നത് 2030 അല്ലെ? 4 വർഷം ഇടവേളകളിലാണ് കോമൺവെൽത്ത് ഗെയിംസ് നടക്കാറുള്ളത്. 2026 നടന്നു ഗ്ലാസ്ഗോയിൽ അല്ലെ? ഇനി വരുന്നത് ഇന്ത്യയിലേക്കാണ്. അലഹബാദിലാണ് വേദി. അലഹബാദിലാണ് അടുത്ത കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി. 2030 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി അലഹബാദ് ആണ്. അത് സബർമതി നദീതീര പട്ടണമാണ് അല്ലെ? സബർമതി നദീതീര പട്ടണമാണ് അലഹബാദ്. അവിടെയാണ് അടുത്ത കോമൺവെൽത്ത് ഗെയിംസ് നടക്കുന്നത്. 2030 കോമൺവെൽത്ത് ഗെയിംസ് നടക്കുന്നത്. ഇനി മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. എന്താണ്? 100-ാം വാർഷികമാണ്. കോമൺവെൽത്ത് ഗെയിംസിന്റെ 100-ാം വാർഷികമാണ് 2030 അരങ്ങേറുന്നത്. അങ്ങനെയെങ്കിൽ ആദ്യത്തെ കോമൺവെൽത്ത് നടന്നത് ഏത് വർഷമായിരിക്കും? ആദ്യത്തെ കോമൺവെൽത്ത് നടന്നത് ഏത് വർഷമാണ്? അല്ലെ? 100-ാം വാർഷികമാണ് 2030 എങ്കിൽ ആദ്യത്തെ കോമൺവെൽത്ത് ഗെയിംസ് നടന്നത് ഏത് വർഷമാണ്? ആ നമ്മൾ സ്ക്രീൻ തന്നെ കൊടുത്തിട്ടുണ്ട് അല്ലെ? 1930 കാനഡയിലായിരുന്നു ആദ്യത്തെ കോമൺവെൽത്ത് ഗെയിംസ് നടന്നത്. അന്നത്തെ പേര് ബ്രിട്ടീഷ് എംപയർ ഗെയിം എന്നുള്ളതായിരുന്നു. ബ്രിട്ടീഷ് എംപയർ ഗെയിം എന്നുള്ള പേരിലായിരുന്നു അന്ന് അറിയപ്പെട്ടിരുന്നത്. 1930 ആദ്യത്തെ കോമൺവെൽത്ത് ഗെയിംസ് നടന്നത്. അത് കാനഡയിലാണ്. ഇനി ഇന്ത്യ പങ്കെടുക്കാൻ തുടങ്ങിയത് 1934 മുതലാണ്. 1934 മുതലാണ് ഇന്ത്യ കോമൺവെൽത്ത് ഗെയിംസിൽ പങ്കെടുത്തു തുടങ്ങിയത്. ഇന്ത്യക്ക് വേണ്ടി കോമൺവെൽത്തിലെ ആദ്യ സ്വർണം നേടിയത് റാഷിദ് അൻവർ ആണ്. ഗുസ്തിയിലാണ് റാഷിദ് അൻവർ വെങ്കലം നേടിയത്. ആദ്യ മെഡൽ നേടിയത് കേട്ടോ. ആദ്യ മെഡൽ നേടിയത് റാഷിദ് അൻവർ ആണ്. അത് ഗുസ്തിയിലായിരുന്നു. വെങ്കല മെഡലാണ് അന്ന് നേടിയത്. ഓക്കെ. ഇനി നമുക്കറിയാം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്ന രാജ്യങ്ങളിലെ കായിക താരങ്ങളാണ് ഈ കോമൺവെൽത്ത് ഗെയിംസിൽ പങ്കെടുക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. 4 വർഷത്തിൽ ഒരിക്കലാണ് ഗെയിംസ് നടത്തുന്നത്. ഇനി ഇന്ത്യ 2030 വേദിയാകുമ്പോൾ ഇതിനു മുമ്പ് കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ത്യ വേദിയായിട്ടുണ്ടോ? അല്ലെ? ഇതിനു മുമ്പ് കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യ വേദിയായിട്ടുണ്ടോ? ഉണ്ട് അല്ലെ? ഏത് വർഷമായിരുന്നു?
ഇന്ത്യ വേദിയായത് 2010 അല്ലെ. 2010 ശേഷം 2030 ഇന്ത്യ വീണ്ടും വേദിയാകുന്നു. ഇനി 2010 വേദി എവിടെയായിരുന്നു? 2030 നമ്മൾ പറഞ്ഞു അലഹബാദ് ആണെന്ന് പറഞ്ഞു. ഇനി 2010 എവിടെയായിരുന്നു വേദി? ന്യൂഡൽഹി ആണ് അല്ലെ. ന്യൂഡൽഹി ആയിരുന്നു 2010 വേദി. കറക്റ്റ്. ഓക്കെ, അപ്പോ അതാണ് പ്രാഥമികമായി നമ്മളിപ്പോ കണ്ട കാര്യം. ഓക്കെ, അപ്പോ സബർമതി നദീതീര പട്ടണമായ അലഹബാദിൽ 2030 കോമൺവെൽത്ത് ഗെയിംസ് നടക്കുന്നു, 100ാം വാർഷികത്തിൽ. ഓക്കെ, ഇനി അടുത്തതിലേക്ക് പോവാം. നമ്മൾ കഴിഞ്ഞ ലൈവില് ഈ പറഞ്ഞ മെഡൽ കാര്യങ്ങളെല്ലാം കുറെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോ അതിന്റെ ഒരു ഫൈനൽ ടോട്ടൽ നമ്മളിപ്പോ നോക്കുകയാണ്. ഇന്ത്യക്ക് 2026 കോമൺവെൽത്ത് ഗെയിംസിൽ 4ാം സ്ഥാനമാണ് ലഭിച്ചത്. ഇന്ത്യക്ക് 4ാം സ്ഥാനമാണ് ലഭിച്ചത്. 1ാം സ്ഥാനത്ത് ആരാണ്? ഓസ്ട്രേലിയയാണ്. 1ാം സ്ഥാനത്ത് ഓസ്ട്രേലിയയാണ്. 2ാം സ്ഥാനത്ത് ഇംഗ്ലണ്ടാണ്. 3ാം സ്ഥാനത്ത് കാനഡയാണ്. ഇന്ത്യ 4ാം സ്ഥാനത്താണ് ഉള്ളത്. ഇനി ഇന്ത്യക്ക് എത്ര മെഡലുകൾ ലഭിച്ചു എന്ന് നോക്കാം. 13 സ്വർണം, 17 വെള്ളി, 9 വെങ്കലം, ആകെ 39 മെഡലുകളാണ് ഇന്ത്യക്ക് ലഭിച്ചത്. അപ്പോ ഈ മെഡലുകളുടെ എണ്ണം പഠിക്കേണ്ടതുണ്ടോ? പഠിക്കേണ്ടതുണ്ട് അല്ലെ. കഴിഞ്ഞ ഏഷ്യൻ ഗെയിംസിന്റെ മെഡൽ നില ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആയിട്ട് പല ക്വസ്റ്റ്യൻ പേപ്പറിലും ആവർത്തിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു ഈ എത്ര സ്വർണം, എത്ര വെള്ളി, എത്ര വെങ്കലം ഏഷ്യൻ ഗെയിംസിന്റെ. ഓക്കെ, അതിന് കാരണമുണ്ട്. ഏഷ്യൻ ഗെയിംസിൽ ഏറ്റവും മികച്ച പ്രകടനമായിരുന്നു കഴിഞ്ഞ തവണത്തേത്, 2023 നടന്ന ചൈനയിൽ നടന്ന ഏഷ്യൻ ഗെയിംസിൽ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇത്തവണ ഇതും കൂടി ഒന്ന് ഓർത്തിരിക്കാം. 13 സ്വർണവും 17 വെള്ളിയും 9 വെങ്കലവും അടക്കം ആകെ 39 മെഡലുകളാണ് കോമൺവെൽത്ത് ഗെയിംസ് 2026 ഇന്ത്യ കരസ്ഥമാക്കിയത്. ഇനി ഇത്തവണത്തെ മറ്റൊരു പ്രത്യേകത, 16 ഇനങ്ങളിലായിരുന്നു മത്സരം. ഓക്കെ, 16 ഇനങ്ങളിലായിരുന്നു മത്സരം. 1ാമത് ഓസ്ട്രേലിയയാണ്, 2ാമത് ഇംഗ്ലണ്ടാണ്, 3ാമത് കാനഡയാണ്, 4ാമത് ഇന്ത്യയാണ്. നമ്മള് കഴിഞ്ഞ ആഴ്ചത്തെ ക്ലാസ്സിൽ ഇന്ത്യയുമായി ബന്ധപ്പെട്ട മെഡൽ നേട്ടങ്ങളുടെ എല്ലാം ഒരു കാര്യങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോ അത് വീണ്ടും ആവർത്തിക്കുന്നില്ല. ഇപ്പൊ അതിന്റെ ഒരു ചുരുക്കമായി 13 സ്വർണം, 17 വെള്ളി, 9 വെങ്കലം എന്നുള്ള രീതിയിൽ ഓർത്തിരിക്കുക. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലെ? ക്ലിയർ അല്ലേ? ക്ലിയർ ആണല്ലോ? ഒന്ന് കമന്റ് ചെയ്ത് പോണേ. ഓക്കെ, റെഡി. ഇനി അടുത്തതിലേക്ക് നമ്മൾ കിടക്കുന്നു. ഒറ്റൊരു പോയിന്റ് കൂടെ പറയാം. 5ാം സ്ഥാനത്ത്, 4ാം സ്ഥാനത്ത് ഇന്ത്യയാണ്. 5ാം സ്ഥാനത്ത് ആരാണ്? 5ാം സ്ഥാനത്ത് ആരായിരുന്നു? ആതിഥേയരായിരുന്നു. ആരാണ്? ആതിഥേയ രാജ്യം ഏതായിരുന്നു? ആതിഥേയ രാജ്യം ഏതായിരുന്നു? സ്കോട്ട്ലൻഡ് ആയിരുന്നു. സ്കോട്ട്ലാൻഡിന് പിന്നെ 5ാം സ്ഥാനമാണ്. സ്കോട്ട്ലാൻഡിനും 13 സ്വർണമാണ് ലഭിച്ചത്. 13 സ്വർണവും 9 വെള്ളിയും 17 വെങ്കലവുമാണ് സ്കോട്ട്ലാൻഡിൽ ലഭിച്ചത് അല്ലെ. ഇന്ത്യയുമായി വെള്ളിയിലും വെങ്കലത്തിലും ഉള്ള ഒരു മാറ്റം മാത്രമാണ് സംഭവിച്ചത്. അങ്ങനെ വെള്ളിയിലെ മെഡലുകളുടെ മുന്നേറ്റം കൊണ്ടാണ് ഇന്ത്യക്ക് 4ാം സ്ഥാനവും സ്കോട്ട്ലാൻഡിന് 5ാം സ്ഥാനവും ലഭിച്ചത്. ആകെ 39 മെഡലുകൾ തന്നെയാണ് നമ്മുടെ സ്കോട്ട്ലാൻഡിലും ലഭിച്ചത്. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയിന്നേ ഉള്ളൂ കേട്ടോ. ഇനി മറ്റൊരു കാര്യം, നമ്മുടെ കേരളത്തിന് അഭിമാനമായ മുഹമ്മദ് ബാസിൽ അല്ലെ, പാരാ അത്ലറ്റിക്സിൽ 100 മീറ്ററിൽ വെള്ളി മെഡൽ നേടിയിട്ടുണ്ടായിരുന്നു. അത് ഒന്ന് ഓർത്തു വെക്കാം. കോമൺവെൽത്ത് ഗെയിംസ് പാരാ അത്ലറ്റിക്സിൽ 100 മീറ്ററിൽ വെള്ളി മെഡൽ മലപ്പുറംകാരനായ മുഹമ്മദ് ബാസിലാണ് നേടിയിരിക്കുന്നത്. ഇനി പുരുഷന്മാരുടെ 100 മീറ്റർ T47 വിഭാഗത്തിലാണ് ഈ നേട്ടം അല്ലെ. 100 മീറ്റർ T47. ഈ T47 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് പാരാ ഒളിമ്പിക്സ് ആണല്ലോ. അപ്പോ ഈ വൈകല്യങ്ങളുടെ ഒരു പട്ടികയുണ്ട് അല്ലെ, ഭിന്നശേഷിയുടെ ഒരു പട്ടികയുണ്ട്. ആ പട്ടികയിൽ ഉൾപ്പെടുന്ന T47 ഉൾപ്പെടുന്ന വിഭാഗത്തിലുള്ള ഓട്ട മത്സരമാണ്. 100 മീറ്ററിലാണ് മുഹമ്മദ് ബാസിലിന് സ്വർണം നേടിയത്. അപ്പൊ നമ്മൾ ഇത്ര മാത്രം ഓർത്തിരുന്നാൽ മതി. കോമൺവെൽത്ത് ഗെയിംസ് പാരാ അത്ലറ്റിക്സിൽ 100 മീറ്ററിൽ മുഹമ്മദ് ബാസിൽ വെള്ളി മെഡൽ നേടി. അദ്ദേഹം മലപ്പുറം ജില്ലക്കാരനാണ്. പുരുഷന്മാരുടെ 100 മീറ്റർ ഓട്ടം എന്നോർത്തിരിക്കുക.
ഇനി മുഹമ്മദ് ബാസിലിന്റെ കരിയറിലെ ആദ്യത്തെ അന്താരാഷ്ട്ര മത്സര വേദിയായിരുന്നു ഗ്ലാസ്ഗോയിൽ നടന്ന കോമൺവെൽത്ത് ഗെയിംസ്. ഓക്കെ, ഈ T47 നമ്മൾ പറഞ്ഞു ആ ഭിന്നശേഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആ ഓരോ ഇനങ്ങൾക്കും ആ പേര് നൽകുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലെ? ഇതിൽ സംശയമില്ലല്ലോ. കോമൺവെൽത്ത് ഗെയിംസ് പാരാ അത്ലറ്റിക്സ് 100 മീറ്റർ മുഹമ്മദ് ബാസിൽ മലപ്പുറം പുരുഷന്മാരുടെ 100 മീറ്റർ വെള്ളി മെഡൽ. ഇനി ഇത് വേറെ രീതി ചോദിക്കാം. മുഹമ്മദ് ബാസിൽ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന തരത്തിൽ ചോദിക്കാം അല്ലെ? ഈ കോമൺവെൽത്ത് ഗെയിംസും ഏഷ്യൻ ഗെയിംസും ഒളിമ്പിക്സും ഒക്കെ നടക്കുമ്പോൾ അതിലെ കായിക താരങ്ങൾ ഉണ്ടാവും. ആ കായിക താരങ്ങൾ ഏത് മത്സര ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ PSC ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. അപ്പോ മുഹമ്മദ് ബാസിൽ 100 മീറ്റർ അല്ലെ, അത്ലറ്റിക്സ് ആണ്, അത്ലറ്റിക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കളിക്കാരനാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലെ? ഓക്കെ ആണെങ്കിൽ നമ്മൾ അടുത്ത സെഷനിലേക്ക് പോകുന്നു കേട്ടോ. യെസ്, സിമ്പിൾ കാര്യങ്ങളാണ് പറഞ്ഞു പോകുന്നത്. ഓക്കെ, ഇനി നമ്മൾ 3 പേരെയാണ് പരിചയപ്പെടാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ ആള് അക്യൂബ് നബി. അക്യൂബ് നബി ജമ്മു കാശ്മീരിൽ നിന്ന് ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് ടീമിലേക്ക് അംഗമാകുന്ന ആദ്യത്തെ ക്രിക്കറ്ററാണ് അല്ലെ? അതാണ് അതിന്റെ പ്രത്യേകത. ജമ്മു കാശ്മീരിൽ നിന്ന് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലേക്ക് എത്തുന്ന ആദ്യത്തെ ക്രിക്കറ്ററാണ് അക്യൂബ് നബി. ഓക്കെ, അക്യൂബ് നബി. ഇദ്ദേഹം ജസ്പ്രീത് ബൂംറയ്ക്ക് പരിക്കേറ്റതിനെ തുടർന്നാണ് അക്യൂബ് നബിക്ക് ഒരു സെലക്ഷൻ കിട്ടുന്നത്. ശ്രീലങ്കയ്ക്കെതിരെയുള്ള ടെസ്റ്റ് മത്സരത്തിലാണ് ആ ടീമിലേക്കാണ് ഇദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്, അക്യൂബ് നബി. ഓക്കെ, അപ്പൊ ജമ്മു കാശ്മീരിൽ നിന്ന് ആദ്യമായിട്ടാണ് ഒരു ആള് അല്ലെങ്കിൽ ഒരു കളിക്കാരൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലേക്ക് എത്തുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് വേറൊരു ചോദ്യം ചോദിക്കാൻ സാധ്യതയുള്ളത് 2025-26 വർഷത്തെ രഞ്ജി ട്രോഫി കിരീട ജേതാക്കൾ ആരാണ്? 2025-26 വർഷത്തെ രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ കിരീടം ചൂടിയത് ആരാണ്? ഏത് ടീമാണ്? രഞ്ജി ട്രോഫി ക്രിക്കറ്റ് 2025-26 വർഷത്തെ ജമ്മു കാശ്മീർ ആയിരുന്നു കേട്ടോ. ജമ്മു കാശ്മീർ ആയിരുന്നു. റെഡി, കറക്റ്റ് ആണ്. ജമ്മു കാശ്മീർ ആയിരുന്നു 2025-26 വർഷത്തെ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് മത്സരത്തിൽ വിജയിച്ചത്. അതിലെ മിന്നും പ്രകടനമാണ് അക്യൂബ് നബീനെ ഇന്ത്യൻ ടീമിലേക്ക് സെലക്ട് ചെയ്യാൻ കാരണം. ആദ്യമായിട്ടാണ് ജമ്മു കാശ്മീർ രഞ്ജി ട്രോഫി നേടുന്നത്. അങ്ങനെ ഒരു പ്രത്യേകത കൂടെ ഉണ്ടായിരുന്നു. അതിൽ നെടുനായകത്വം വഹിച്ചത് അക്യൂബ് നബിയാണ്. ആ സീരീസിൽ ആ സീസണിൽ 60 വിക്കറ്റുകളാണ് അല്ലെ, ബൗളറാണ്. 60 വിക്കറ്റുകളാണ് ഇദ്ദേഹം നേടിയത്. അപ്പോ കളിയിലെ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ ആളും ഇദ്ദേഹം തന്നെയായിരുന്നു, അക്യൂബ് നബി ആയിരുന്നു. ഓക്കെ, അപ്പോ അത്രയുമാണ്. ഇനി വേറൊന്ന് ചോദിക്കാം. ഈ ജമ്മു കാശ്മീർ രണ്ടാം സ്ഥാനത്ത് ആരായിരുന്നു? 2025-26 രഞ്ജി ട്രോഫി മത്സരത്തിൽ 2ാം സ്ഥാനത്ത് എത്തിയത് ഏത് ടീമാണ്? ടെസ്റ്റ് ക്രിക്കറ്റ് ആണ് അല്ലെ. 2ാം സ്ഥാനത്തേക്ക് എത്തിയത് ആരാണ്? കർണാടകയ്ക്കെതിരെയായിരുന്നു മത്സരം. കർണാടകനെ തോൽപ്പിച്ചാണ് ജമ്മു കാശ്മീർ കിരീടം നേടുന്നത് അല്ലെ. 2ാം സ്ഥാനം കർണാടകയും 1ാം സ്ഥാനം ജമ്മു കാശ്മീരുമായിരുന്നു. ഓക്കെ, അങ്ങനെ അതാണ് അക്യൂബ് നബി, നമ്മളത് കണ്ടു. ഇനി അടുത്തയാള് ഹർഷിത ജക്കർ. ആരാണ് ഹർഷിത ജക്കർ എന്നാണ് നോക്കുന്നത്. ഇനി വനിതകളുടെ ടൂർ ദെ ഫ്രാൻസിൽ പങ്കെടുക്കുന്ന ആദ്യ ഇന്ത്യക്കാരി ആണ് ഹർഷിത ജക്കർ. രാജസ്ഥാൻ സ്വദേശിയാണ്. ഇനി ടൂർ ദെ ഫ്രാൻസ് എന്ന് പറയുന്ന ഇത് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ടൂർ ദെ ഫ്രാൻസ് എന്ന് പറയുന്നത് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ടൂർ ദെ ഫ്രാൻസ് അല്ല, ക്രിക്കറ്റ് അല്ല.
ടൂർ ദെ ഫ്രാൻസ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ്? ആ, ജസീല കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. സാനോദ് അല്ല. ആ, അരവിന്ദ് മോഹൻ കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? സൈക്ലിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് അല്ലെ? സൈക്ലിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചാമ്പ്യൻഷിപ്പ് ആണ് ടൂർ ദെ ഫ്രാൻസ് എന്ന് പറയുന്നത്. ടൂർ ദെ ഫ്രാൻസ് സൈക്ലിങ്ങുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതിലേക്ക് അതായത് വനിതകളുടെ ടൂർ ദെ ഫ്രാൻസ് എന്ന് പറഞ്ഞ സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിലേക്ക് പങ്കെടുക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരിയായിട്ട് മാറിയിരിക്കുകയാണ് ഹർഷിത ചക്കർ. രാജസ്ഥാൻ സ്വദേശിയാണ്, 19 വയസ്സ് ഉള്ള ഒരു കായിക താരമാണ്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ പല ദിവസങ്ങളിൽ പല വേദികളിലായിട്ട് നടക്കുന്ന സൈക്ലിംഗ് മത്സരമാണ്. അതിനുശേഷം ഏറ്റവും കൂടുതൽ സമയം, പിന്നെ ദൂരം എന്നിവയൊക്കെ കണക്കാക്കിയിട്ടാണ് ഇതിന്റെ വിജയികളെ തിരഞ്ഞെടുക്കുക. അപ്പോൾ ഇത്രയും ഓർത്തിരുന്നാൽ മതി. ടൂർ ദെ ഫ്രാൻസ് എന്ന് പറയുന്നത് സൈക്ലിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കായിക മത്സരമാണ്. അതിൽ പങ്കെടുക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരിയായിട്ട് ഹർഷിത ചക്കർ മാറിയിരിക്കുകയാണ്. ഓക്കെ, ഇനി അടുത്ത ആളെ നമ്മൾ പരിചയപ്പെടുന്നു. ഭാവന കാന്ത്. ഭാവന കാന്ത് ആരാണ്? രാജ്യത്തെ ഏറ്റവും മികച്ച യുദ്ധവിമാന പൈലറ്റുമാർക്ക് മാത്രം നൽകുന്ന ഒരു ടോപ്പ് ഗൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സങ്കീർണ പരിശീലനമുണ്ട്. ആ പരിശീലനം പൂർത്തിയാക്കിയ ഇന്ത്യയിലെ ആദ്യ ഇന്ത്യൻ വനിതയാണ് ഭാവന കാന്ത്. ഓക്കെ, ടോപ്പ് ഗൺ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സങ്കീർണ പരിശീലനം പൂർത്തിയാക്കിയ ആദ്യ ഇന്ത്യൻ വനിതയാണ് ഭാവന കാന്ത്. ഓക്കെ, ഇനി മറ്റൊരു ചോദ്യം ചോദിക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ യുദ്ധവിമാന വനിതാ പൈലറ്റ് ആരാണ്? 3 പേരുണ്ട് അല്ലെ? 3 പേരുണ്ടായിരുന്നു. വനിതാ പൈലറ്റുമാർ ആരൊക്കെയാണ് എന്ന് വേണം ചോദിക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ 3 വനിതാ യുദ്ധവിമാന പൈലറ്റുമാർ ആരൊക്കെയായിരുന്നു? അതിൽ ഒരാളാണ് ഭാവന കാന്ത് കേട്ടോ. ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ യുദ്ധവിമാന പൈലറ്റുമാരിൽ ഒരാളാണ് ഭാവന കാന്ത്. അദ്ദേഹത്തിന്റെ അവരുടെ മികവിനെ തുടർന്നാണ് ടോപ്പ് ഗൺ എന്ന് പറഞ്ഞിട്ടുള്ള സങ്കീർണമായിട്ടുള്ള ഒരു പരിശീലനമാണത്. അതിലേക്ക് സെലക്ഷൻ ലഭിച്ചു. അത് വിജയകരമായി പൂർത്തിയാക്കിയ ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് ഭാവന കാന്ത്. ഓക്കെ, ബീഹാർ സ്വദേശിയാണ്. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാല് റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കുന്ന ആദ്യ വനിത ഫൈറ്റർ പൈലറ്റ് ആണ്. ആദ്യ വനിത ഫൈറ്റർ പൈലറ്റ് ആണ്. ഓക്കെ, സുനീർ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആവണി അല്ലെ? ആവണി ചതുർവേദി, മോഹന സിംഗ്, ഭാവന കാന്ത്, ഇവര് 3 രാജ്യത്തെ ആദ്യത്തെ യുദ്ധവിമാന പൈലറ്റ് ആയ സ്ത്രീകൾ അല്ലെ? വനിതകൾ. ഭാവന കാന്ത്, ആവണി ചതുർവേദി, മോഹന സിംഗ്, ഇത്രയും ഈ 3 പേരായിരുന്നു. അപ്പൊ അതിൽ നിന്ന് ഭാവന കാന്ത് പിന്നീട് ഈ ടോപ്പ് ഗൺ സങ്കീർണമായിട്ടുള്ള ഒരു പരിശീലനം പൂർത്തിയാക്കിയ ആദ്യ വനിതയായി മാറുകയും കൂടെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഭാവന കാന്ത് തന്നെയാണ് റിപ്പബ്ലിക് ദിന പരേഡിൽ ഒരു ഫൈറ്റർ ജെറ്റ് പൈലറ്റ് ആകുന്ന വ്യക്തി, ആദ്യ വനിത. ഓക്കെ, അത്രയും ഭാവന കാന്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലെ? ഭാവന കാന്ത് നമ്മൾ പറഞ്ഞു, 3 പോയിന്റുകൾ പറഞ്ഞു. ഒന്നാമത്തേത് ഏറ്റവും റീസെന്റ് ആയിട്ടുള്ളതാണ്. ഇത് ടോപ്പ് ഗൺ സങ്കീർണ പരിശീലനം പൂർത്തിയാക്കിയ ഇന്ത്യയിലെ ആദ്യ വനിതയാണ്. ഓക്കെ, ഇവര് ബീഹാർ ആണ് കേട്ടോ. ബീഹാർ സ്വദേശിയാണ്. അതൊന്നും വരില്ലായിരിക്കും, എന്നാലും ഒന്ന് അറിഞ്ഞിരിക്കാം. ബീഹാർ സ്വദേശിയാണ്. ക്ലിയർ ആണല്ലോ അല്ലെ? ക്ലിയർ ആണെങ്കിൽ അടുത്തതിലേക്ക് നമ്മൾ പോകുന്നു കേട്ടോ. ഓക്കെ, റെഡിയാണ്. അടുത്തത് 2 പേരെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അതിൽ ഒന്നാമത്തെയാൾ നാവികസേനയുടെ ഉപമേധാവിയായിട്ട് ചുമതലയേറ്റ മലയാളി കൂടിയായിട്ടുള്ള അഡ്മിറൽ AN പ്രമോദാണ്.
പ്രമോദ്, കോഴിക്കോട്ടുകാരനാണ് ഇദ്ദേഹം. ഇദ്ദേഹമാണ് നാവികസേനയുടെ ഉപമേധാവി. അങ്ങനെയെങ്കിൽ നാവികസേനയുടെ മേധാവി ആരാണ്? നാവികസേനയുടെ മേധാവി ആരാണ്? നാവികസേനയുടെ മേധാവി ആരാണ്? നാവികസേനയുടെ മേധാവി, നാവികസേന മേധാവി. യൂട്യൂബിൽ കാണുന്നവരൊന്ന് കമന്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. നാവികസേന മേധാവി ആരാണ്? ആരാണ്? അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥൻ അല്ലേ? ആ, കറക്റ്റ്. അരവിന്ദ് മോഹൻ കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്തിട്ടുണ്ട്. കൃഷ്ണ സ്വാമിനാഥൻ അല്ലെ? കറക്റ്റ് ആണ്. അദ്ദേഹമാണ് മേധാവി, നാവികസേന മേധാവി. ഇനി ഉപമേധാവിയായിട്ട് നമ്മുടെ മലയാളിയായിട്ടുള്ള അഡ്മിറൽ AN പ്രമോദ് ചുമതലയേറ്റു. ഓക്കെ. ഇനി അടുത്തത് നമ്മൾ നോക്കുന്നു, പരിചയപ്പെടുന്നത് വൈസ് അഡ്മിറൽ അലോക് ആനന്ദയാണ്. വൈസ് അഡ്മിറൽ അലോക് ആനന്ദ. ഇദ്ദേഹമാണ് ഏഴിമലയിലെ ഇന്ത്യൻ നാവിക അക്കാദമി കമാൻഡന്റ് ആയിട്ട് ചുമതലയേറ്റത് അല്ലെ? ഏഴിമലയിലെ ഇന്ത്യൻ നാവിക അക്കാദമി കമാൻഡന്റ് ആയിട്ട് വൈസ് അഡ്മിറൽ അലോക് ആനന്ദ നിയമിതനായി. ഇനി മറ്റൊരു ചോദ്യം ചോദിക്കാം. ഏഴിമല ഏത് ജില്ലയിൽ ആണ്, അല്ലെങ്കിൽ ഏത് സംസ്ഥാനത്താണ്? ഏഴിമല ഇന്ത്യൻ നാവിക ജസീല കറക്റ്റ് ആൻസർ പറഞ്ഞു. ഓക്കെ, സാനു കറക്റ്റ് ആൻസർ. സുനീറ കറക്റ്റ് ആൻസർ ആണ്. എവിടെയാണ്? കണ്ണൂരാണ് അല്ലെ? കേരളത്തിലെ കണ്ണൂരാണ് ഏഴിമല നാവിക അക്കാദമി സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ കമാൻഡന്റ് ആയിട്ട് പുതിയതായിട്ട് നിയമിതനായിരിക്കുന്നത് വൈസ് അഡ്മിറൽ അലോക് ആനന്ദ. ഈ പറഞ്ഞ കണ്ണൂർ എന്ന് പറഞ്ഞ ഏഴിമല നാവിക അക്കാദമി സ്ഥിതി ചെയ്യുന്ന ജില്ല നേരത്തെ ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്തതിലേക്ക് പോകുന്നു. അടുത്തതും ഒരാളാണ്, ലാവണ്യ മുണ്ടയൂർ ആണ്. ഇവരാരാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ ജനറൽ ഇൻഷുറൻസ് സ്ഥാപനമായ ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനിയുടെ CMD ആയിട്ടുള്ള ചുമതലയേൽക്കാൻ പോകുന്ന ആദ്യ മലയാളിയാണ് ലാവണ്യ മുണ്ടയൂർ. ഓക്കെ, ലാവണ്യ മുണ്ടയൂർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ജനറൽ ഇൻഷുറൻസ് സ്ഥാപനമായ ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനിയുടെ CMD ആയി ആദ്യമായി മലയാളി വരികയാണ്. അത് ലാവണ്യ മുണ്ടയൂർ കേട്ടോ. ലാവണ്യ മുണ്ടയൂർ. ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മാത്രം മതി. ആ പേരൊന്ന് പരിചയപ്പെട്ടിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇങ്ങനെ പൊതുമേഖലാ ഇൻഷുറൻസ് കമ്പനികളിലെ നയിക്കുന്ന അത്രയും ടോപ്പ് പൊസിഷനിലേക്ക് എത്തുന്ന വനിതകളിൽ ഒരാളാണ് ഇവര് കേട്ടോ, ലാവണ്യ മുണ്ടയൂർ. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. ജസ്റ്റ് ആ പേര് ഓർത്തിരിക്കുക. എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനിയുമായി ബന്ധപ്പെട്ട ആളാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി അടുത്തതിലേക്ക് നമ്മൾ പോകുന്നു. നശാമുക്ത് യുവ എന്ന് പറഞ്ഞൊരു പദ്ധതി കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തിരുന്നു. എന്താണ് നശാമുക്ത് യുവ എന്ന് പറഞ്ഞാൽ? യുവാക്കളിലെ ലഹരി ഉപയോഗം ഇല്ലാതാക്കിയെന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ചിരിക്കുന്ന ഒരു പദ്ധതിയാണ് നശാമുക്ത് യുവ. ഇതോടൊപ്പം തന്നെ നമ്മൾ പഠിച്ചു പോകേണ്ട ഒരു കാര്യമാണ് ഓപ്പറേഷൻ തൂഫാൻ അല്ലെ? ഓപ്പറേഷൻ തൂഫാൻ എന്ന് ഏത് ഡിപ്പാർട്ട്മെന്റിന്റെ ആയിരുന്നു, ഏത് വകുപ്പാണ് അത് നടപ്പിലാക്കുന്നത്? ഓപ്പറേഷൻ തൂഫാൻ നടപ്പിലാക്കുന്നത് ഏത് ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു? ഓപ്പറേഷൻ തൂഫാൻ നടപ്പിലാക്കിയ പോലീസാണ് അല്ലെ? ആഭ്യന്തര വകുപ്പായിരുന്നു ഓപ്പറേഷൻ തൂഫാൻ നടപ്പിലാക്കിയതെങ്കിൽ നശാമുക്ത് യുവ എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി ആരംഭിച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. അത് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് നരേന്ദ്രമോദിയാണ്. അതേപോലെ തന്നെ ഇതിന്റെ ഫുൾ ഫോം ഇതാണ്, നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാൻ. ഇത്രയുമാണ് അതിന്റെ ആ പദ്ധതിയുടെ പേര്, നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാൻ. ഇതിന്റെ ഭാഗമായിട്ട് ബോധവൽക്കരണ പദ്ധതികൾ നടത്തുന്നുണ്ട്. പിന്നെ ഈ
ലഹരിക്ക് അടിമയായിട്ടുള്ളവരുടെ പുനരധിവാസവും ചികിത്സയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ സഹായം നൽകുന്നു. ഈ പദ്ധതിയിലൂടെ സഹായം നൽകുന്നുണ്ട്. ആദ്യത്തെ ആ ഉദ്ഘാടന മീറ്റിംഗ് ഒരു വീഡിയോ കോൺഫറൻസ് വഴിയായിരുന്നു. ഏകദേശം കുറെ യുവജനങ്ങൾ അതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു ഓപ്പറേഷൻ തൂഫാൻ നടപ്പിലാക്കുന്നത് ആഭ്യന്തര വകുപ്പാണ്, കേരള ആഭ്യന്തര വകുപ്പാണ്. എങ്കിൽ നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാൻ പദ്ധതി നടപ്പിലാക്കുന്നത് ഏത് വകുപ്പാണ്? ഏത് വകുപ്പാണ് ഇത് നടപ്പിലാക്കുന്നത്? ഏത് വകുപ്പാണ് നടപ്പിലാക്കുന്നത്? നശാമുക്ത് യുവ എന്ന് പറഞ്ഞ പദ്ധതി, ലഹരിക്കെതിരെയുള്ള ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ഏത് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഏത് വകുപ്പാണ്, മന്ത്രാലയമാണ്? ഏത് മന്ത്രാലയമാണ്? ഹോം അഫയേഴ്സ് അല്ല, ആഭ്യന്തരം അല്ല, ഹെൽത്തും അല്ല, ആഭ്യന്തരം അല്ല കേട്ടോ, എക്സൈസ് അല്ല, സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയം അല്ലെ? മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ് ആണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത്. കേന്ദ്ര നീതി സാമൂഹിക നീതി വകുപ്പ് അല്ലെ, കേന്ദ്ര സാമൂഹിക നീതി വകുപ്പാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത്. ഓക്കെ, സാമൂഹിക നീതി വകുപ്പാണ്, കേന്ദ്ര സാമൂഹിക നീതി വകുപ്പാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. കേന്ദ്ര സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ആരാണെന്ന് കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം. ആരാണത്? കേന്ദ്ര സാമൂഹിക നീതി വകുപ്പ് മന്ത്രി അല്ലെ? കേന്ദ്ര സാമൂഹിക നീതി വകുപ്പ് മന്ത്രി ആരാണ്? ആരാണ് സാമൂഹിക നീതി വകുപ്പ് മന്ത്രി? ഡോക്ടർ വീരേന്ദ്രകുമാറാണ്. ഡോക്ടർ വീരേന്ദ്രകുമാറാണ് ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. വീരേന്ദ്രകുമാർ, ഡോക്ടർ വീരേന്ദ്രകുമാറാണ് ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. റെഡി, ഓക്കെ, കറക്റ്റ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് വേറൊരു സംഗതി കൂടി പോകുന്നുണ്ട്. എന്താണ്? ഓപ്പറേഷൻ തണ്ടർ അല്ലെ? ഓപ്പറേഷൻ തണ്ടർ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? ഓപ്പറേഷൻ തണ്ടർ നടപ്പിലാക്കുന്നത് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? ഓപ്പറേഷൻ തണ്ടർ നടപ്പിലാക്കുന്നത് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? ഓപ്പറേഷൻ തണ്ടർ വിജിലൻസ് അല്ല. സുനീറ കറക്റ്റ് ആൻസർ ആണ്. ഓപ്പറേഷൻ തണ്ടർ അതാണ്, എക്സൈസ് ആണ് അല്ലെ? എക്സൈസ് വകുപ്പാണ്, കേരള എക്സൈസ് വകുപ്പാണ് ഈ ഓപ്പറേഷൻ തണ്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ആ പദ്ധതി നടപ്പിലാക്കുന്നത്. അതും ഈ ഒരു ലഹരി വിരുദ്ധ പദ്ധതിയാണ്. ലഹരിക്ക് അടിമപ്പെട്ടവരെ അല്ലെങ്കിൽ ആ ഒരു ലഹരിയുടെ ശൃംഖല മുറിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് ഓപ്പറേഷൻ തണ്ടർ. അത് നടത്തുന്നത് എക്സൈസ് വകുപ്പാണ്. ഇനി എക്സൈസ് വകുപ്പ് മന്ത്രി ആരാണ്? എക്സൈസ് വകുപ്പ് മന്ത്രി ആരാണ്? കറക്റ്റ് ആൻസർ ആണ്. യെസ്, രമേശ് കുമാർ കറക്റ്റ് ആൻസർ ആണ്. ലൈവ് കാണുന്നവരൊന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ. എം ലിജു ആണ് അല്ലെ? എം ലിജു ആണ് എക്സൈസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. എക്സൈസ് വകുപ്പ് മന്ത്രി എം ലിജു ആണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ അഴിമതിക്കെതിരെ വിജിലൻസ് ഒരു പദ്ധതി കഴിഞ്ഞ മുമ്പത്തെ ആഴ്ചയിൽ പ്രഖ്യാപിച്ചിരുന്നു. ഏതാണത്? യെസ്, വിജിലൻസ് അഴിമതിക്കെതിരെ വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ? വിജിലൻസ് ഒരു പദ്ധതി ആവിഷ്കരിച്ചിരുന്നു. ആ പദ്ധതി ഏതാണ്? ഏതായിരുന്നു? വിജിലൻസ് ഓപ്പറേഷൻ പ്രൊജക്ട് സീറോ അല്ലെ? പ്രൊജക്ട് സീറോ വിജിലൻസ് വിസിൽ, പ്രൊജക്ട് സീറോ അല്ലെ? പ്രൊജക്ട് സീറോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പദ്ധതിയായിരുന്നു. പ്രൊജക്ട് സീറോ വിജിലൻസ് വിസിൽ എന്നുള്ള ആ ഒരു പദ്ധതിയാണ് വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് കഴിഞ്ഞ ആഴ്ച പ്രഖ്യാപിച്ചത്. അഴിമതിക്കെതിരെയായിരുന്നു അത് അഴിമതിക്കെതിരെ വിജിലൻസ് ആണ്. വിജിലൻസ് മന്ത്രി ആരാണ്? വിജിലൻസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്
വിജിലൻസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്? രമേശ് ചെന്നിത്തല. ഓക്കെ, ആഭ്യന്തരം വിജിലൻസ് എല്ലാം രമേശ് ചെന്നിത്തല തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ എന്താണ് അഴിമതി കുറയ്ക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടെ ആരംഭിച്ചിട്ടുള്ളതാണ് സീറോ എന്നുള്ള പ്രൊജക്ട് സീറോ എന്നുള്ള പദ്ധതി. ഇനി ഈ പദ്ധതിയുടെ ഭാഗമായി വിജിലൻസ് കമാൻഡോ എന്നുള്ള ഒരു ഒരു ബാഡ്ജ് കൊടുക്കുന്നുണ്ടായിരുന്നു. വിജിലൻസ് കമാൻഡോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയെങ്കിൽ ആദ്യത്തെ വിജിലൻസ് കമാൻഡോ ആരാണ്? ഈ പദ്ധതി പ്രകാരം ആദ്യത്തെ വിജിലൻസ് കമാൻഡോ ആയിട്ട് തെരഞ്ഞെടുത്തത് ആരെയാണ്? നമ്മൾ കഴിഞ്ഞ ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിജിലൻസ് കമാൻഡോ ആയിട്ട് തെരഞ്ഞെടുത്തത് ആരെയാണ്? നിവിൻ പോളി ആയിരുന്നു അല്ലെ? നിവിൻ പോളി ആയിരുന്നു വിജിലൻസ് കമാൻഡോ ആയിട്ട് തെരഞ്ഞെടുത്തത്. കറക്റ്റാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അത്രയുമാണ്. അപ്പോ നമ്മൾ പറഞ്ഞു വന്നത് നശാമുക്തി നിന്ന് ആണ് നമ്മളിവിടെ വിജിലൻസ് വരെ എത്തിയത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കണം കേട്ടോ. ഇനി അടുത്തതിലേക്ക് നമ്മൾ പോവുകയാണ്. ഋതു താരെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പദ്ധതിയാണ്. അത് നടപ്പിലാക്കുന്നത് കർണാടക സർക്കാരാണ്. എന്താണെന്ന് വെച്ചാൽ ആർത്തവ വിരാമ കാലത്ത് സ്ത്രീകൾ നേരിടുന്ന ശാരീരിക മാനസിക പ്രയാസങ്ങൾ നേരിടാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ആരോഗ്യ പദ്ധതിയാണ്. ആ പദ്ധതി നടപ്പിലാക്കുന്നത് കർണാടകയാണ്. ഇങ്ങനെ ആർത്തവ വിരാമ ബുദ്ധിമുട്ടുകൾ നേരിടാൻ ഒരു പദ്ധതി നടപ്പിലാക്കുന്ന ആദ്യത്തെ സംസ്ഥാനമായി ഈ ഋതു താരെ എന്ന പദ്ധതിയിലൂടെ കർണാടക. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ആർത്തവ വിരാമ കാലത്തുള്ള സ്ത്രീകൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾക്ക് വേണ്ടി എന്താണ് അതിനെ നേരിടാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ്. കർണാടക സർക്കാരാണ് അത് നടപ്പിലാക്കുന്നത്. ഋതു താരെ എന്നാണ് ആ പദ്ധതിയുടെ പേര്. ഇത്തരത്തിൽ ആർത്തവ വിരാമ ബുദ്ധിമുട്ടുകൾ നേരിടാൻ ഒരു പദ്ധതി തയ്യാറാക്കുന്ന ആദ്യത്തെ സംസ്ഥാനവും കർണാടകയായി മാറിയിരിക്കുകയാണ്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? അടുത്തതിലേക്ക് നമുക്ക് പോവാം. ഇനി അടുത്ത ഒരു സംഗതി, മൈ പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പദ്ധതി നമ്മുടെ ആഭ്യന്തര വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. എന്തിനാണത്? ഈ ആളുകൾക്ക്, അതായത് സാധാരണക്കാർക്ക് പോലീസിൽ നിന്നുള്ള മാന്യമായിട്ടുള്ള ഒരു ഇടപെടലൊക്കെ ലഭിക്കാനും അതിനെ കുറച്ചുകൂടെ ജനകീയമാക്കാനൊക്കെ ലക്ഷ്യമിട്ടുകൊണ്ടിട്ടുള്ള ഒരു പദ്ധതിയാണ് മൈ പോലീസ് സ്റ്റേഷൻ. നമ്മുടെ ജനമൈത്രി പദ്ധതിയൊക്കെ പോലെ തന്നെയാണ്. അപ്പോ അത് ആരംഭിക്കുന്നത് ഈ ആഗസ്റ്റ് 15 തൊട്ടാണ് അല്ലെ? അടുത്ത ശനിയാഴ്ച മുതലാണ് ഈ മൈ പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി ആരംഭിക്കുന്നത്. പോലീസിനെ കൂടുതൽ ജനകീയമാക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണിത്. പിന്നെ നിലവില് ഈ ഒരു പോലീസ് സ്റ്റേഷന്റെ ചുമതല ഇൻസ്പെക്ടർമാർക്കാണ് അല്ലെ? ഇൻസ്പെക്ടർമാരാണ് ആ ചുമതല കൈകാര്യം ചെയ്തത്. ഇനി തൊട്ട്, അതായത് ഈ പദ്ധതി മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതി ആരംഭിക്കുന്നത് തൊട്ട് പോലീസ് സ്റ്റേഷന്റെ ചുമതല SI മാർക്കാണ് കൈമാറിയിരിക്കുന്നത് അല്ലെ? പോലീസ് സ്റ്റേഷന്റെ ചുമതല ഇനി മുതൽ SI മാർക്കാണ്. നിലവിൽ അത് ഇൻസ്പെക്ടർമാരാണ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ ഒരു ചെറിയൊരു ചേഞ്ചും കൂടെ ഈ പോലീസ് സ്റ്റേഷനുകളിൽ വരുന്നുണ്ട്. അത് ഈ 15-ാം തീയതി മുതലാണ് ആരംഭിക്കുന്നത്. ഓക്കെ, പിന്നെ പരാതിയുമായിട്ട് വരുന്നവരോടൊക്കെ എന്താണ് മാന്യമായിട്ടുള്ള പെരുമാറ്റവും അത്തരത്തിലുള്ള ഒരു ഭയമില്ലാതെ സ്വതന്ത്രമായി കയറി ചെന്ന് പരാതി പറയാനുള്ള അങ്ങനെയൊക്കെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ ഒരു പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ആഗസ്റ്റ് 15 മുതലാണ് ആരംഭിക്കുന്നത്. പ്രധാനപ്പെട്ട പോയിന്റ്, പോലീസ് സ്റ്റേഷന്റെ ചുമതല SI മാർക്ക് കൈമാറി അല്ലെ? ഓക്കെ, ഇനി അടുത്തതിലേക്ക് പോവാണ് കേട്ടോ. ഇത് നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടൊരു കാര്യമായിരുന്നു അല്ലെ? ചന്ദ്രനിലേക്ക് ഒരു എന്താണ് ഒരു റോക്കറ്റിന്റെ ഒരു ഭാഗം കുത്തിയിറങ്ങി അല്ലെ? അവിടെ ഒരു വലിയ ഗർത്തമൊക്കെ ഉണ്ടായി. അത്തരത്തിലുള്ള ഒരു സംഗതി നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അത് എന്തായിരുന്നു? ഫാൽക്കൺ 9 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റോക്കറ്റിന്റെ ഭാഗമാണ് ചന്ദ്രനിൽ ഇടിച്ചിറങ്ങിയത്. ഈ ഫാൽക്കൺ 9 സ്പേസ് എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ബഹിരാകാശ കമ്പനിയുടെ നിർമ്മാണമാണ് അല്ലെ? ഇനി ഫാൽക്കൺ 9ന്റെ ഭാഗമാണ് ചന്ദ്രനിലേക്ക് ഇടിച്ചിറങ്ങിയത്.
അത് കഴിഞ്ഞ ജനുവരിയിലാണ് ചന്ദ്രനിലേക്ക് ഫയർഫ്ലൈ എന്ന ലാൻഡറിനെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിച്ചത്. അപ്പൊ ആ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയതിനു ശേഷം ഈ റോക്കറ്റുമായിട്ടുള്ള ആശയവിനിമയം തകരാറിലാവുകയും അതിങ്ങനെ ബഹിരാകാശത്തൂടെ ചുറ്റിക്കറങ്ങി പിന്നെ നമ്മുടെ ചന്ദ്രന്റെ ഗുരുത്വം കൊണ്ട് അങ്ങോട്ടേക്ക് ആകർഷിക്കപ്പെട്ട് അതിലേക്ക് ഇടിച്ചിറങ്ങിയായിരുന്നു ഉണ്ടായത്. ഓക്കെ, ഏകദേശം ഒരു 9,000-ഓളം കിലോമീറ്റർ പെർ ഹവറിൽ അല്ലെ, 9,000 കിലോമീറ്റർ പെർ ഹവറിലാണ് ഇത് വന്ന് കുത്തി ഇറങ്ങുന്നത്, ഇടിച്ചിറങ്ങുന്നത്. വലിയ ഗർത്തങ്ങൾ ഉണ്ടായി എന്നാണ് പറയുന്നത്, റിപ്പോർട്ടുകളിൽ പറയുന്നത്. ഈ ഒരു റോക്കറ്റിന് 4,000 കിലോഗ്രാം ആയിരുന്നു ഭാരം. 4,000 കിലോഗ്രാം ഭാരമുള്ള ഈ ഒരു റോക്കറ്റ് ഭാഗമാണ് ഈ ചന്ദ്രനിലേക്ക് ഇടിച്ചിറങ്ങിയത്. ഇതൊരു ബഹിരാകാശ മാലിന്യമായിട്ട് കണക്കാക്കാം അല്ലെ. ഈ ഒരു ബഹിരാകാശ മാലിന്യം എന്നൊക്കെ ഇതിനെ വിശേഷിപ്പിക്കുന്നുണ്ട്. അതായത് അതിന്റെ ദൗത്യം കഴിഞ്ഞു, വീണ്ടും അത് തിരിച്ച് ഭൂമിയിലേക്കുള്ള യാത്രയുടെ ഇടയിൽ അതിന്റെ ആശയവിനിമയം നഷ്ടപ്പെട്ട് അതങ്ങനെ കറങ്ങി നടക്കുകയായിരുന്നു. ഓക്കെ, അപ്പോ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ചോദിക്കാൻ പറ്റുന്ന കാര്യം, ഈ സ്പേസ് എക്സ് റോക്കറ്റ് ഏത് രാജ്യവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? സ്പേസ് എക്സ് ഏത് രാജ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? സ്പേസ് എക്സ് US ആണ് അല്ലെ, അമേരിക്കയെ ബന്ധപ്പെട്ടിരിക്കുകയാണ്. ഇനി സ്പേസ് എക്സിന്റെ ഉടമ ആരാണ്? സ്പേസ് എക്സ് എന്ന് പറഞ്ഞ ബഹിരാകാശ കമ്പനിയുടെ, അമേരിക്കൻ കമ്പനിയുടെ ഉടമ ആരാണ്? സ്പേസ് എക്സ് എന്ന അമേരിക്കൻ ബഹിരാകാശ കമ്പനിയുടെ ഉടമ ആരാണ്? ഇലോൺ മസ്ക് ആണ് അല്ലെ, ഇലോൺ മസ്ക് ആണ്, കറക്റ്റ് ആണ്. അപ്പൊ അതെല്ലാം നമ്മൾ ഒന്ന് ഓർത്തിരിക്കണേ. ഫാൽക്കൺ 9ന്റെ ഭാഗമാണ് ചന്ദ്രനിൽ ഇടിച്ചിറങ്ങിയത്. അത് ചന്ദ്രനിലേക്ക് ഫയർഫ്ലൈ എന്നുള്ള ലാൻഡറിനെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ദൗത്യമായിരുന്നു. അത് വിജയിച്ചു. അതിനുശേഷം തിരിച്ചു വരുമ്പോഴാണ് ഈ ഒരു ആശയവിനിമയം നഷ്ടപ്പെടുന്നത്. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. അപ്പോ സ്പേസ് എക്സ്, ഇലോൺ മസ്ക്, അമേരിക്ക, ഇതെല്ലാം ഒന്ന് ഓർത്തിരിക്കുന്നു കേട്ടോ. ഇനി അടുത്തതിലേക്ക് നമ്മൾ പോവുകയാണ്. അടുത്തത് അജിത് ഡോവലാണ്. അദ്ദേഹത്തിന് വാർത്തകളിൽ നിറഞ്ഞിരിക്കുന്നത് ലോകമാന്യ തിലക് ദേശീയ പുരസ്കാരം ലഭിച്ചു കഴിഞ്ഞ ആഴ്ച. അതുമായി ബന്ധപ്പെട്ടിട്ടാണ് അജിത് ഡോവൽ വാർത്തകളിൽ വന്നത്. അജിത് ഡോവൽ ആരാണ്? ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവാണ് അജിത് ഡോവല്. പിന്നെ ഈ ഒരു പദവി ഇല്ലേ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് എന്നുള്ളൊരു പദവി കൊണ്ടുവരുന്നത് AB ബാജ്പേയി ആണ്. 1998-ലാണ് ഈ ഒരു പദവി രൂപീകരിച്ചിരിക്കുന്നത്, അത് ഓർക്കുക. പിന്നെ ലോകമാന്യ തിലക് ദേശീയ പുരസ്കാരം 2026 ലഭിച്ചത് അജിത് ഡോവലിനാണ്. ഈ ഒരു പുരസ്കാരം നൽകുന്നത് തിലക് സ്മാരക ട്രസ്റ്റ് ആണ് നൽകുന്നത്. 1983 മുതൽ ഇത് നൽകി വരുന്നുണ്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക, അജിത് ഡോവൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവാണ്. ലോകമാന്യ തിലക് ദേശീയ പുരസ്കാരം നേടിയിട്ടുണ്ട്. ഓക്കെ, അത് ക്ലിയർ ആണെന്ന് കരുതുന്നു. അടുത്തതിലേക്ക് നമ്മൾ പോവുകയാണ്. അതിന് മുമ്പ് ജസ്റ്റ് ഒരു കാര്യം പറയാം. ഹൈക്കോടതി അസിസ്റ്റന്റ് എന്നുള്ള പോർഷനിലേക്ക് ഉടൻ നിയമനം നടക്കുന്ന, ഒരു മത്സര പരീക്ഷ നടക്കുന്ന ഒരു ബാച്ചിലേക്ക് നമുക്ക് PSC ടോക്സിൻ്റെതായിട്ടുള്ള പരിശീലനം ആരംഭിച്ചിട്ടുണ്ട്. ഏകദേശം 83,000 രൂപയോളം ശമ്പളം ലഭിക്കുന്ന ഒരു തസ്തികയാണത്. അതിനുള്ള തീവ്ര പരിശീലന ബാച്ച് PSC ടോക്സിൽ ആരംഭിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ആ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഓക്കെ, അടുത്തത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് AI അല്ലെ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അതായത് നിർമ്മിത ബുദ്ധി. ഈ നിർമ്മിത ബുദ്ധി പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കിയിരിക്കുകയാണ് പഞ്ചാബ് സർക്കാർ അല്ലെ. പഞ്ചാബ് സർക്കാർ AI ഒരു പ്രധാന പാഠ്യവിഷയമായി ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. 1-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് പഞ്ചാബ് സർക്കാർ. അങ്ങനെ ഈ AI-നെ, നിർമ്മിത ബുദ്ധിനെ സ്കൂൾ സിലബസിൽ ഉൾപ്പെടുത്തിയ ആദ്യ സംസ്ഥാനമായി മാറിയിരിക്കുകയാണ് പഞ്ചാബ്. ഓക്കെ, AI-നെ പ്രധാന വിഷയമായി പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ആദ്യ സംസ്ഥാനമായി മാറിയിരിക്കുകയാണ് പഞ്ചാബ്. അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. 1-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയാണ്
എഐനെ കുറിച്ച് പഠിക്കേണ്ടത്. പഞ്ചാബ് സ്കൂൾ വിദ്യാഭ്യാസ ബോർഡാണ് സർബത്ത് AI സർബത്ത്.ai എന്ന പേരിലാണ് ഈ ഒരു പദ്ധതി ആരംഭിച്ചിരിക്കുന്നത്. ഇതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികളെ ഭാവിയിലെ ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയ്ക്ക് അനുയോജ്യമായ രീതിയിൽ സജ്ജരാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അങ്ങനെ പഞ്ചാബ് അത്തരത്തിലൊരു കാര്യം ചെയ്തു. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ AI വകുപ്പ് സ്ഥാപിതമായത് ഏത് സംസ്ഥാനത്താണ്? ഇന്ത്യയിൽ ആദ്യമായി ഒരു AI വകുപ്പ്, അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് വേണ്ടി പ്രത്യേകം ഒരു വകുപ്പ് തന്നെ രൂപീകരിച്ച സംസ്ഥാനമുണ്ട്. ഏതാണ് സംസ്ഥാനം? സുനീറ കറക്റ്റ് ആൻസർ, സാനു കറക്റ്റ് ആൻസർ. ലൈവിലുള്ളവരൊന്ന് പറഞ്ഞു പോവാ കേട്ടോ, യൂട്യൂബിലുള്ളവർ. ആരാണ്? ഏത് സംസ്ഥാനമാണ്? കേരളം ആണ് അല്ലെ? കേരളം ആണ് അത്തരത്തിൽ AI-നെ ഒരു വകുപ്പായിട്ട് തന്നെ പിന്നെ ക്രമീകരിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി ആ AI വകുപ്പിന്റെ മന്ത്രി ആരാണ്? AI വകുപ്പിന്റെ മന്ത്രി ആരാണ്? AI വകുപ്പിന്റെ മന്ത്രി, കേരളത്തിന്റെ AI വകുപ്പ് മന്ത്രി ആരാണ്? IT മന്ത്രി കൂടിയായിട്ടുള്ള, വ്യവസായ മന്ത്രി കൂടിയായിട്ടുള്ള കുഞ്ഞാലിക്കുട്ടിയാണ് അല്ലെ? കുഞ്ഞാലിക്കുട്ടിയാണ്. ഓക്കെ, കുഞ്ഞാലിക്കുട്ടിയാണ് AI വകുപ്പ് മന്ത്രി. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ AI വകുപ്പ് മന്ത്രിയായിട്ട് വരും അല്ലെ? ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ആദ്യത്തെ. ഓക്കെ, അപ്പൊ അടുത്തതിലേക്ക് നമ്മൾ പോവുകയാണ്. അടുത്തതും ഒരു കോഴ്സിനെ കുറിച്ചാണ്. ചൈൽഡ് ഡെവലപ്മെന്റ് പ്രൊജക്ട് ഓഫീസർ കോഴ്സാണ്. അതിന്റെ തീവ്ര പരിശീലന ബാച്ചുകൾ PSC ടോക്സ് ആരംഭിച്ചിട്ടുണ്ട്. ഹെൽപ്പ് ലൈൻ നമ്പറിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നതാണ്. 1,00,000 രൂപ വരെ ശമ്പളമുള്ള പോസ്റ്റാണ്. അപ്പൊ താല്പര്യമുള്ളവർക്ക് ആ താഴെ കാണുന്ന നമ്പറുകളിൽ വിളിച്ച് വിവരങ്ങൾ തേടാവുന്നതാണ്. ഇനി മറ്റൊരു കാര്യം, റാഹി ഇ ബസ് സർവീസ്. റാഹി ഇ ബസ് സർവീസിനെ കുറിച്ചാണ്. ഇത് നമ്മുടെ രാഷ്ട്രപതി ദ്രൗപദി മുർമു 4 വർഷം പദവിയിൽ പൂർത്തിയാക്കി അല്ലെ? 4 വർഷം പദവിയിൽ പൂർത്തിയാക്കി. ഇതിന്റെ ഒരു അനുസ്മരണം എന്ന രീതിയിലാണ് രാഹി ഇ ബസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബസ് ഇറക്കിയിരിക്കുന്നത്. അതിന്റെ ഫുൾ ഫോം ഇങ്ങനെയാണ്: രാഷ്ട്രപതി ഭവൻ ആക്സസ് ആൻഡ് ഹെറിറ്റേജ് ഇന്റർ കണക്ടർ എന്നുള്ളതാണ്. രാഷ്ട്രപതി ഭവനിലെ ജീവനക്കാർക്കും അവിടെ താമസിക്കുന്നവർക്കും വേണ്ടിയിട്ടുള്ള ഒരു സൗജന്യ ഇലക്ട്രിക് ബസ് സർവീസ് ആണ് ഈ രാഹി ഇ സർവീസ് ബസ് സർവീസ്. ഓക്കെ, അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് 4 വർഷം പൂർത്തിയാക്കി. ദ്രൗപദി മുർമു 4 വർഷം രാഷ്ട്രപതി പദവിയിൽ പൂർത്തിയാക്കി. പിന്നെ 15ാമത് രാഷ്ട്രപതിയാണ് അല്ലെ? ഇന്ത്യയുടെ 15ാമത് രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. പിന്നെ സന്താൾ ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള ആദ്യത്തെ ഇന്ത്യൻ പ്രസിഡന്റ് ആണ്. മറ്റൊരു പ്രത്യേകത കൂടെ ഉണ്ട്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ജനിച്ച പ്രസിഡന്റ് എന്നുള്ള ഒരു വിശേഷണം കൂടി ദ്രൗപദി മുർമുവിനെ കുറിച്ച് പറയുമ്പോൾ പറയാറുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്നും ഓർത്തിരിക്കണം. സെക്കൻഡ് വുമൺ പ്രസിഡന്റ് ആണ് അല്ലെ? 2ാമത്തെ വനിത രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. ജാർഖണ്ഡ് സ്വദേശിയാണ് അല്ലെ? ഓക്കെ, അപ്പൊ അത്രയും കാര്യം ഒന്ന് ഓർത്തിരിക്കുന്നു. ഇനി അടുത്തതിലേക്ക് നമ്മൾ പോവുകയാണ് കേട്ടോ. അടുത്തതിലേക്ക് പോകുമ്പോൾ ഇതാണ്, മരണാനന്തര അവയവദാന പ്രക്രിയ കാര്യക്ഷമമായി നടപ്പിലാക്കിയതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ ദേശീയ പുരസ്കാരം കേരളത്തെ തേടിയെത്തിയിരിക്കുകയാണ്. കേരളത്തിനാണ് ആ പുരസ്കാരം. ഇനി അവയവദാന പ്രക്രിയ ഏകോപിപ്പിക്കുന്ന കേരളത്തിന്റെ സംവിധാനത്തിന്റെ പേരാണ് KSOTO എന്നുള്ളത്. KSOTOന്റെ ഫുൾ ഫോം കേരള സ്റ്റേറ്റ് ഓർഗൻ ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ എന്നുള്ളതാണ്. ഇനി ഈ KSOTO ഏത് വകുപ്പിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത്? KSOTO ഏത് വകുപ്പിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത്? KSOTO ഏത് വകുപ്പിന്
കീഴിലാണ് പ്രവർത്തിക്കുന്നത്. ആ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ് അല്ലെ, ആരോഗ്യ വകുപ്പിന് കീഴിലാണ്. ആരോഗ്യ വകുപ്പ് മന്ത്രി ആരാണ്? നമ്മുടെ ആരോഗ്യ വകുപ്പ്, കേരള ആരോഗ്യ വകുപ്പ് മന്ത്രി ആരാണ്? കേരള ആരോഗ്യ വകുപ്പ് മന്ത്രി ആരാണ്? കേരള ആരോഗ്യ വകുപ്പ് കെ മുരളീധരൻ അല്ലെ, കെ മുരളീധരനാണ്. കറക്റ്റ് ആണ്, കറക്റ്റ് ആണ്. ഓക്കെ, അപ്പോ ഒന്നുമില്ല, മരണാനന്തര അവയവ ദാന പ്രക്രിയയുടെ കാര്യക്ഷമമായുള്ള നടത്തിപ്പ് കേസ് ഓട്ടോ വഴിയാണ്. ആ നടത്തിപ്പിന് ഒരു ദേശീയ പുരസ്കാരം ലഭിച്ചു. അത്രയുമാണ് സംഭവിച്ചിരിക്കുന്നത്. ഓക്കെ, ആരോഗ്യവകുപ്പ് നമ്മൾ കണ്ടു. കേസ് ഓട്ടോ ആരോഗ്യവകുപ്പിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത്. കെ മുരളീധരനാണ് അതിന്റെ മന്ത്രി. ഇനി ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസറുടെ ഒരു സ്മാർട്ട് ബാച്ച് PC ടോക്സിൽ ആരംഭിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ നമ്മുടെ ഹെൽപ്പ് ലൈൻ നമ്പർ തന്നെ ലഭ്യമാകുന്നതാണ്. ഓക്കെ, ഇനി മറ്റൊരു വ്യക്തിയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്, റഷം ഫാത്തിമ. റഷം ഫാത്തിമ ഇവര് ആസിഡ് ആക്രമണത്തെ അതിജീവിച്ച UK സർക്കാരിന്റെ ചീവനിങ് ഫെലോഷിപ്പ് നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരിയാണ് ശ്രീമതി റഷം ഫാത്തിമ. ആദ്യത്തെ ഇന്ത്യക്കാരിയാണ് റഷം ഫാത്തിമ. ജാർഖണ്ഡിലെ ജംഷഡ്പൂർ സ്വദേശിയായിരുന്നു. 17-ാം വയസ്സിൽ ഇവര് ആസിഡ് ആക്രമണത്തിന് ഇരയായി. ഇതിനു മുമ്പ് എന്താണ് ആ ആസിഡ് ആക്രമണത്തെ അതിജീവിച്ച് വന്നതിന്റെ ഒരു പശ്ചാത്തലത്തില് ഇവർക്ക് കുട്ടികൾക്കുള്ള പിന്നെ ധീരതാ പുരസ്കാരം, പരമോന്നത ധീരതാ പുരസ്കാരമായിട്ടുള്ള ഭാരത് അവാർഡ് ഇതിനു മുമ്പ് ലഭിച്ചിട്ടുണ്ട്. ഇനി ഈ ചീവനിങ് ഫെലോഷിപ്പ് എന്ന് പറയുന്നത് പിന്നെ ഒരു മിഡ് കരിയർ പ്രൊഫഷണൽസിനൊക്കെ ഒരു എന്താണ് ബ്രിട്ടീഷ് സർക്കാർ നൽകുന്ന ഒരു ഫെലോഷിപ്പാണ്. അപ്പൊ അങ്ങനെ ആ ഒരു ഫെലോഷിപ്പ് നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരിയായിട്ടാണ് റഷം ഫാത്തിമ മാറിയിരിക്കുന്നത്. ഓക്കെ, അത് അത്രയേ ഉള്ളൂ. ഇനി അടുത്തതിലേക്ക് നമ്മൾ പോകുന്നു. ഏഷ്യൻ ഗെയിംസ് ആണ്. ഏഷ്യൻ ഗെയിംസ് 2026 വേദി ജപ്പാനാണ്. ജപ്പാനിലെ ഐച്ചി പ്രവിശ്യയും നഗോയ നഗരവുമാണ്. സെപ്റ്റംബർ 19 മുതൽ ഒക്ടോബർ 4 വരെയാണ് ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത്. തൊട്ടു മുമ്പത്തെ ഏഷ്യൻ ഗെയിംസ് 2023 നടന്നത്. 2022 നടക്കേണ്ടതായിരുന്നു അല്ലെ, 22 നടക്കേണ്ടതായിരുന്നു, പക്ഷെ 23 നടന്നത്. ആ കോവിഡിന്റെ ഒക്കെ പശ്ചാത്തലത്തിലാണ്. അപ്പൊ ആ ഒരു ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ വളരെ മികച്ച പ്രകടനമായിരുന്നു നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പ്രതീക്ഷയോടെയാണ് 2026 ഏഷ്യൻ ഗെയിംസ് ഇന്ത്യൻ ടീം നോക്കിക്കാണുന്നത്. ഇനി ഏഷ്യൻ ഗെയിംസിന്റെ ഇത്തവണത്തെ മുദ്രാവാക്യം, ഔദ്യോഗിക മുദ്രാവാക്യം ഇമാജിൻ വൺ ഇന്ത്യ എന്നുള്ളതാണ്. അല്ല സോറി, ഇമാജിൻ വൺ ഏഷ്യ എന്നുള്ളതാണ്. ഇമാജിൻ വൺ ഏഷ്യ എന്നുള്ളതാണ് 2026 ഏഷ്യൻ ഗെയിംസിന്റെ മുദ്രാവാക്യം. അത് ഒന്ന് ഓർത്തിരിക്കണേ, ഇമാജിൻ വൺ ഏഷ്യ. മുദ്രാവാക്യം അതാണ്. വേദി ജപ്പാനാണ്. ജപ്പാനിലെ ഐച്ചി പ്രവിശ്യയും നഗോയ നഗരവുമാണ്. 20ാമത് ഏഷ്യൻ ഗെയിംസ് ആണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ഈ ടോക്കിയോയ്ക്കും ഹിരോഷിമയ്ക്കും ശേഷം ജപ്പാൻ ഏഷ്യൻ ഗെയിംസിന് വേദിയാകുന്നത് ഇതാദ്യമാണ്. 58-ലും 94-ലുമാണ് ഇതിനു മുമ്പ് ഏഷ്യൻ ഗെയിംസിന് പിന്നെ ജപ്പാൻ വേദിയായിട്ടുള്ളത്. ഓക്കെ, ഇന്ത്യ 107 മെഡലുകൾ നേടിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ 23-ല് നടന്ന ചൈനയിൽ നടന്ന ഏഷ്യൻ ഗെയിംസിൽ 107 മെഡലുകൾ ഇന്ത്യ നേടിയിരുന്നു. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആണല്ലോ. അടുത്തതിലേക്ക് നമ്മൾ പോവാണ് കേട്ടോ. സമയം കഴിയാറാകുന്നത് കൊണ്ട് വേഗം പോവുകയാണ്. സഹസ്ര എന്നുള്ള ഒരു കുട്ടീനെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അമ്മത്തൊട്ടിൽ നിന്ന് ലഭിച്ച 1000ാമത്തെ കൊച്ച് അല്ലെ, 1000ാമത്തെ കുഞ്ഞാണ് സഹസ്ര എന്ന് പറഞ്ഞ കുഞ്ഞിന് പേരിട്ടിരിക്കുന്നത്. കേരള ശിശുക്ഷേമ സമിതിയുടെ തിരുവനന്തപുരത്തെ അമ്മത്തൊട്ടിലാണ് ഈ ഒരു കുട്ടീനെ കിട്ടിയത്. അപ്പോ 1000 കുട്ടികളെ 1000ാമത്തെ കുട്ടിയാണ് ഈ സഹസ്ര എന്ന് പറയുന്നത്. അപ്പൊ 1000 എന്നുള്ള പദത്തിന്റെ സംസ്കൃത പദം ആണ് സഹസ്ര. അപ്പൊ അങ്ങനെയാണ് ആ കുഞ്ഞിന് പേരിട്ടിരിക്കുന്നത്. ഇനി അമ്മത്തൊട്ടിൽ നിന്ന് ലഭിച്ച ആദ്യത്തെ കുഞ്ഞിന് പേരിട്ടത് നിത്യ എന്നായിരുന്നു. 2002 മുതലാണ്, നവംബർ 14 മുതലാണ് കേരളത്തിൽ ആദ്യമായി അമ്മത്തൊട്ടിൽ പദ്ധതി ആരംഭിച്ചത്. അമ്മത്തൊട്ടിൽ പദ്ധതി ആരംഭിച്ചത് 2002 നവംബർ 14 മുതലാണ്. ഓക്കെ, ഇനി അമ്മത്തൊട്ടില് ലഭിക്കുന്ന കുട്ടികളുടെ സംരക്ഷണവും ദത്തെടുക്കൽ നടപടികളും ഒക്കെ ശിശുക്ഷേമ സമിതിയാണ് നിർവഹിക്കുന്നത്.
ഓക്കെ. ഇനി നമ്മളൊരു ക്വിക്ക് റിവിഷനിലേക്കാണ് കടക്കുന്നത്. നമ്മളിപ്പോ ഇത്രയും പറഞ്ഞു വന്ന കാര്യങ്ങളിൽ നിന്നും നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു. അതായത് PSC ഒക്കെ ചോദിക്കുന്ന അതേ പാറ്റേണിൽ നമ്മൾ ചോദിക്കുകയാണ്. അപ്പോ അതിനുള്ള ആൻസർ നമ്മൾ പറഞ്ഞു പോവാ കേട്ടോ. ഓപ്ഷൻ ഒക്കെ നൽകിയിട്ടുണ്ട്. PSCയുടെ അതേ പാറ്റേണിലാണ് നമ്മൾ ചോദിച്ചു പോവുക. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. 2030 കോമൺവെൽത്ത് ഗെയിംസ് സംബന്ധിച്ച് താഴെ പറയുന്നതിൽ ശരിയായത് ഏതാണ്? എല്ലാവരും ഒന്ന് ആൻസർ ചെയ്ത് പോവാൻ ശ്രദ്ധിക്കണേ. ഓക്കെ. ആ, സാനു, സുനീറ, രമേശ് കുമാർ കറക്റ്റ് ആണ്. ലൈവിലുള്ളവരൊന്ന് കമന്റ് ചെയ്യാൻ ശ്രദ്ധിക്കണേ. ഓപ്ഷൻ എ ആണ് അല്ലെ. 24ാമത്തെ കോമൺവെൽത്ത് ഗെയിംസ് ആണ്. അഹമ്മദാബാദ് ആണ്, ഇന്ത്യയിലാണ് നടക്കുന്നത്. അഹമ്മദാബാദ് ഏത് നദീതീര പട്ടണമായിരുന്നു അഹമ്മദാബാദ്? നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അല്ലെ. ഏത് നദീതീര പട്ടണമാണ്? അയ്യോ, സരയൂ അല്ല, അഹമ്മദാബാദ്. സബർമതി അല്ലെ, സബർമതി. റെഡി. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റിനിലേക്ക് നമ്മൾ പോകുന്നു. കോമൺവെൽത്ത് ഗെയിംസ് 2026 ഇന്ത്യ നേടിയ മെഡലുകളെ കുറിച്ച് താഴെ പറയുന്നതിൽ ശരിയായത് ഏതാണ്? ഓക്കെ, ശരിയായത് ഏതാണ്? സാനു കറക്റ്റ് ആൻസർ ആണ്. സുനീറ കറക്റ്റ് ആൻസർ ആണ്. ലൈവിലുള്ളവരൊന്ന് കമന്റ് ഇട്ട് പോയാൽ നല്ലതാണ്. യൂട്യൂബ് ലൈവിലുള്ളവർ നമ്മളിപ്പോ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഹൃദ്യ, രമേശ് കുമാർ റെഡിയാണ്. ഏതാണ് ഓപ്ഷൻ ഡി ആണ് അല്ലെ. ഓപ്ഷൻ ഡി ആണ്. 13 സ്വർണം, 17 വെള്ളി, 9 വെങ്കലം. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഇത്തരത്തിലാണ് ചോദ്യം ചോദിക്കുക കേട്ടോ. ഇത്തരത്തിൽ ചോദ്യം ചോദിക്കാൻ സാധ്യതയുണ്ട്. മുമ്പ് ഏഷ്യൻ ഗെയിംസിന്റെ ചോദ്യം ഇതേ മോഡലിലാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവനകൾ ഏതാണെന്നുള്ളത് തിരഞ്ഞെടുക്കുക. സുനീറ കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. സാനു ഒന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. ഡോക്ടർ സെൽവ കറക്റ്റ് ആൻസർ ആണ്. സാനു, ജസീല കറക്റ്റ് ആൻസർ ആണ്. വിവോ കറക്റ്റ് ആൻസർ ആണ്. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് അല്ലെ. ഓപ്ഷൻ ഡി ആണ്. 1ഉം 2ഉം 3ഉം ശരിയാണ്. 1ഉം 2ഉം 3ഉം ശരിയാണ്. ഓക്കെ. ഇനി അടുത്തതിലേക്ക് നമ്മൾ പോകുന്നു. 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഋതുമാരെ എന്ന ആരോഗ്യ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏതാണ്? ഓപ്ഷൻ ഒന്ന് വായിച്ചു നോക്കണേ. സുനീറ കറക്റ്റ് ആൻസർ ആണ് പറഞ്ഞത്. യൂട്യൂബ് ലൈവ് കാണുന്നവരൊന്ന് കമന്റ് ചെയ്യാം കേട്ടോ. സാനു, എല്ലാവരും കറക്റ്റ് ആൻസർ ആട്ടോ. ഹൃദ്യ, രമേശ്, ഡോക്ടർ സെൽവ കറക്റ്റ് ആൻസർ ആണ്. ഏതാണ്? ഓപ്ഷൻ ബി ആണ് അല്ലെ. കർണാടക ആർത്തവ വിരാമകാലത്തെ സ്ത്രീകളുടെ ആരോഗ്യ പ്രശ്നങ്ങളാണ് കറക്റ്റ് ആൻസർ. 4ാമത്തെ ചോദ്യം ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഇനി അടുത്തതിലേക്ക് പോവുകയാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള സംഗതി മുമ്പ് ചോദിച്ചിട്ടുണ്ട്. കേരളത്തിലെ അവയവദാന പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന സ്ഥാപനം ഏതാണ്? വളരെ സിമ്പിൾ അല്ലെ. ഡോക്ടർ സെൽവ, സുനീറ, ഹൃദ്യ, ജസീല, സാനു കറക്റ്റ് ആൻസർ ആണ്. ഏതാണ്? ഓപ്ഷൻ എ ആണ് അല്ലെ. ഓപ്ഷൻ എ ആണ്.
കെ സോട്ടോ എന്നുള്ള ആ ഒരു സ്ഥാപനമാണ് അവേദാന പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണെ. താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി ഏതാണ്? താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ആറാമത്തെ ചോദ്യം. 6. ആറ് നല്ലതായിട്ട് കൺഫ്യൂഷൻ ആയിട്ടുണ്ട് അല്ലെ? ആകെ ഒരാളെ ശരി ഉത്തരം പറഞ്ഞിട്ടുള്ളൂ. സുനീറ, വിവോ, കുറെ പേര് പറഞ്ഞിട്ടുണ്ട് അല്ലെ? അതല്ല, അത് പറയാം. ഹൃദ്യ കറക്റ്റ് ആൻസർ ആണ്. ഹൃദ്യ കറക്റ്റ് ആൻസർ ആണ്. വിവോ കറക്റ്റ് ആൻസർ ആണ്. ഏതാണ്? ഓപ്ഷൻ എ ആണ് അല്ലെ? ഹർഷിത ജക്കർ. ഹർഷിത ജക്കർ ആണ് ഫ്രാൻസിലെ ടൂർ ഡെ ഫ്രാൻസ് പങ്കെടുക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരി. ഭാവന കാന്ത് എന്തായിരുന്നു? ഭാവന കാന്ത് എന്തുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ പഠിച്ചത്? ഭാവന കാന്തിന് ടോപ്പ് ഗൺ പരിശീലനം പൂർത്തിയാക്കിയ ആദ്യത്തെ ഇന്ത്യക്കാരിയായിരുന്നു ഭാവന കാന്ത് അല്ലെ? ഓക്കെ, അപ്പൊ കറക്റ്റ് ആണ്. ആൻസർ ഓപ്ഷൻ എ ആണ്. ആറിൻ്റെത് ഓപ്ഷൻ എ, ഹർഷിത ജക്കർ ആണ്. റെഡിയാണ്. ഓക്കെ. ഇനി അടുത്തതിലേക്ക് പോവാണേ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. അടുത്തത് പറഞ്ഞ കാര്യം തന്നെയാണ് അല്ലെ? ടോപ്പ് ഗൺ സങ്കീർണ പരിശീലനം പൂർത്തിയാക്കിയ ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? യെസ്, ഓപ്ഷൻ ബി ആണ്. ഇതിനകത്തൊന്നും നോക്കാനില്ല അല്ലെ? ഓപ്ഷൻ ബി. ഓക്കെ, അടുത്തതിലേക്ക് പോവാണേ. ചന്ദ്രനിൽ ഇടിച്ചിറങ്ങിയ, അവിടെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ഫാൽക്കൺ 9 റോക്കറ്റുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ചെയ്ത് ഫാൽക്കൺ 9 എന്നാണ്. ഓപ്ഷൻ ബി ആണ് അല്ലെ? ഓപ്ഷൻ ബി, ഫയർഫ്ലൈ. ഓപ്ഷൻ ബി, ഫാൽക്കൺ 9 ഫയർഫ്ലൈയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഗതിയായിരുന്നു. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇനി 9ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. താഴെ പറയുന്നതിൽ ശരിയായ ജോഡി ഏതാണ്? താഴെ പറയുന്നതിൽ ശരിയായ ജോഡി ഏതാണ്? യെസ്, ഏതാണ്? ഏതാണ് 9ാമത്തെ ക്വസ്റ്റ്യൻ? അലോക് ആനന്ദ് ആരായിരുന്നു? അല്ല, ഓപ്ഷൻ എ അല്ല കേട്ടോ. AN പ്രമോദ് ആയിരുന്നു നാവികസേന ഉപമേധാവി അല്ലെ? AN പ്രമോദ് കോഴിക്കോടുകാരനായ AN പ്രമോദ് ആയിരുന്നു അക്കാഡമിയുടെ അല്ലെ കമാൻഡന്റ് ആയിരുന്നു അല്ലെ? അപ്പൊ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി ആണ്. 9 ഓപ്ഷൻ സി ആണ്. ഇനി ലാസ്റ്റ് ക്വസ്റ്റിനിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ലാസ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോവുകയാണ്. മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിയെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏത്? തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാണ്? തെറ്റായ പ്രസ്താവന ഏതാണ്? യെസ്, സുനീറ കറക്റ്റ് ആൻസർ ആണ്. തെറ്റായിട്ടുള്ള പ്രസ്താവന ഹൃദ്യ കറക്റ്റ് ആൻസർ ആണ്. ആര്യ കറക്റ്റ് ആൻസർ ആണ്. വിവോസാനു, രമേശ് കുമാർ കറക്റ്റ് ആൻസർ ആണ്. ഓപ്ഷൻ ഡി ആണ് അല്ലെ? ഓപ്ഷൻ ഡി ആണ്. പോലീസ് സ്റ്റേഷന്റെ ചുമതല ഇൻസ്പെക്ടർ ജനറലിനാണ് എന്നുള്ളത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. ഓക്കെ, അപ്പോ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് കണ്ടത്. കഴിഞ്ഞ ആഴ്ച നടന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിങ്ങനെ ഫിൽട്ടർ ചെയ്ത് എടുത്തിരിക്കുന്നത്.
ഓക്കെ, അപ്പോ നമ്മുടെ പഠനം തുടരുക. കൃത്യമായ പഠനവും റിവിഷനുമാണ് ശരിക്കും നമ്മളെ ജോലിയിലേക്ക് എത്തിക്കാൻ എളുപ്പമെത്തിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ റിവിഷൻ തുടങ്ങണം. എന്തായാലും പഠനങ്ങൾ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുക. ഓക്കെ, അപ്പോൾ ശുഭരാത്രി നേരുന്നു. അടുത്ത ആഴ്ച പുതിയ കണ്ടന്റുമായിട്ട് നമുക്ക് കാണാം. താങ്ക് യു.